ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസ് അടുപ്പ് കത്താൻ കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ടേ അപ്പോൾ അതൊക്കെ തണുത്തിട്ടാവും. ഇന്ന് രാവിലെ തന്നെ അടുപ്പൊക്കെ തുറന്ന് കിടത്താണല്ലോ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിറകും തന്നെ അത്യാവശ്യം നല്ലോണം തണുത്തിട്ടുണ്ട്. അടുപ്പും തന്നെ മഴ കൊണ്ടിട്ട് കുറച്ച് നനവൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ കുറച്ച് കോരിയിട്ട് ഉണങ്ങിയ വെണ്ണീറൊക്കെ ഇട്ടാണ്ട് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിനി. അപ്പോൾ ദോശമാവ് ശരിക്കും അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല, തണുപ്പ് കൊണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. പിന്നെ ഞാൻ അപ്പസോഡൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേനി കേട്ടോ. കുറച്ച് മുന്നേ നമ്മൾ അപ്പസോഡൊന്നും ഇടാതെ ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കാണിച്ചിനല്ലോ, അതേപോലെ അപ്പസോഡൊന്നും ഇടാതെ ഉണ്ടാക്കിയതാട്ടോ മാവ്. അപ്പോൾ മാവ് നേരത്തെ അരച്ച് വെക്കുകയാണെങ്കിലും നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ മറന്നു കേട്ടോ നേരത്തെ അരി അരച്ച് വെക്കാൻ. പിന്നെ രാത്രി കിടന്നിട്ടാണ് ഓർമ്മ വന്നത് അരി വെള്ളത്തിലിട്ടിനല്ലോ, മാവ് ഊട്ടി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പം നീച്ച് പോയാണ്ട് അരി അരച്ചതാണ്. അതുകൊണ്ടാവും അധികം സമയമായിട്ടില്ല. രാത്രി 10-11 മണിയൊക്കെ മാവ് റെഡിയാക്കിയപ്പോൾ തന്നെ. നിങ്ങൾക്കൊക്കെ പറ്റലുണ്ടോ അങ്ങനത്തെ അബദ്ധം? എനിക്ക് അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബൺ ദോശ ആക്കിയിട്ട് ചൂടാമെന്ന് വിചാരിച്ച്. പിന്നെ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എനിക്ക് എണ്ണയൊക്കെ തടവി കൊടുത്താണ്ട് ഒരു തവി മാവ് ഒഴിച്ച് നല്ലോണം പരത്തി കൊടുക്കണില്ല കേട്ടോ. കുറച്ച് കനത്തിലുള്ള അപ്പാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ എണ്ണ നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പം അപ്പം കുറച്ച് 2 വർഷം തിരിച്ചു മറിച്ചു വിട്ടുകൊണ്ട് വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ സാധാ ദോശ ചുടുമ്പം തന്നെ തിരിച്ചിട്ടാണ്ടും വേവിച്ചെടുക്കൂലേ, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടുകൊണ്ട് അങ്ങനെ വേവിച്ചെടുക്കലില്ല കേട്ടോ ദോശ. നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കും. പിന്നെ അങ്ങനെ മൊരിച്ചിട്ട് വാങ്ങി വെക്കലാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ദോശ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ദോശയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ദോശയ്ക്ക് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് കേട്ടോ കുറച്ച് ബാക്കി. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ടേ അങ്ങോട്ട് നീട്ടിയിട്ട് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസത്തെ എന്തെങ്കിലും കറികളുണ്ടെങ്കിലേ ഭയങ്കര സന്തോഷം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നേരത്തെ ആവണേ ഫുഡൊക്കെ. കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് നേരത്തെ പോവും, മദ്രസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതും ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ലൂസാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് ചൂടായിക്കോളും. ഇങ്ങനെ കട്ടിയുള്ള ദോശ ആകുമ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അതേപോലെ നമ്മൾ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലേറെ ടേസ്റ്റ് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. ചിക്കൻ കറി എല്ലാത്തിനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കറിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ ഇന്നലെ. എൻ്റെ ബാബുക്കാക്കുവിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തതുകൊണ്ട് ബാബുവിനോട് നമ്പറൊക്കെ ചോദിച്ചാണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടേനും. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി, ഓർക്കും ഭയങ്കര സന്തോഷമായി. സജീന എന്നാട്ടോ ഒരു പേര്. ഒരു വീട് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് എറണാകുളത്തായിട്ടും കോഴിക്കോടായിട്ടും പാലക്കാടായിട്ടും തൃശ്ശൂരായിട്ടും ഒക്കെ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലുകൊണ്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്യാഷൊന്നും കൊടുത്ത് ആരെയും സഹായിക്കാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓലും അതേപോലെ ചെയ്യുമ്പോൾ ചെയ്തൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ബോറടിപ്പിക്കണില്ല. ഞാൻ എന്തായാലും ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചായയും കടിയൊക്കെ ആയി. റിച്ചുമോനെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടോ ചായയൊക്കെ കൊടുത്തിട്ട്. പിന്നെ മഞ്ജുമോള് ട്യൂഷനും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും 2 ദോശയൊക്കെ എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് പിന്നെ ചായയൊക്കെ എടുത്താണ്ട് അങ്ങനെ കഴിച്ചിട്ടോ. ഒന്നിപ്പോൾ കട്ടൻ ചായയാണ്. ഞാൻ ചിലപ്പം ചായ കുടിച്ചും ചിലപ്പം കുടിച്ചില്ല, അങ്ങനെ കേട്ടോ, ഓരോ മൂഡിനനുസരിച്ചിട്ടാണ്. പിന്നെ ചിഞ്ചുമോള് തീരെ കുടിക്കൂല ചായ, മഞ്ജുമോളും കുടിക്കൂല. ഐഫക്കുട്ടിക്ക് വേണം, ഓള് 2 ഗ്ലാസ് ചായ കുടിച്ചും രാവിലെ. ചുമോനും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് ചായ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പതിവ്. ഓരോ വീട്ടിൽ ഓരോ സ്വഭാവങ്ങളേക്കാരല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെന്താ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അങ്ങോട്ട് പോകണമൊന്നുമില്ലെന്ന്. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്തിട്ടേ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒന്ന് കടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കുകയാണ്.
അപ്പോൾ മുറ്റത്ത് വലിയ കച്ചറകളൊന്നുമില്ല, എല്ലൊന്നും ചാടിയിട്ടില്ല കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ തലേ ദിവസം ഞാൻ വൈകുന്നേരം അടിച്ചു വാരേനി, നിറച്ച് ചമ്മലേനി കേട്ടോ. ഈ മഴ പെയ്തിട്ടേ കാറ്റും മഴയൊക്കെയാണ് ഇവിടെ ഉച്ച കഴിഞ്ഞാൽ, അപ്പോൾ നിറയെ ഉണ്ടേനി. അപ്പോൾ വൈകുന്നേരം അടിച്ചു വാരിയതുകൊണ്ട് രാവിലെ വല്ലാതെ അടിച്ചു വരാനൊന്നുമില്ല. പിന്നെ പുല്ലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, അതൊക്കെ ഇനി ഒഴിഞ്ഞ് നിന്നിട്ട് പറിക്കണം. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തീനി. അപ്പോൾ ചോറ് പോകുമ്പോഴത്തേന് കൂട്ടാനും റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് അവിടെ തക്കാളി രസമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. തക്കാളി രസത്തിൻ്റെ റെസിപ്പി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂട്ടുകാർ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി. ഒരു 4-5 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സ്പൂണ് കുരുമുളകും, 1/2 സ്പൂണ് നല്ല ജീരകവും, അതേപോലെ തന്നെ 2 പച്ചമുളകും, ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയൊരു തക്കാളി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി പറ്റി ചെറുതാണെങ്കിൽ 2 എടുത്തോണ്ട് കേട്ടോ, അത് വലിയൊരു തക്കാളിയേന്, അതുകൊണ്ട് തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഇതിലിടുമ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ഇടുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും, അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ മസാല ബോക്സിലത്തെ സ്പൂണേ കുഞ്ഞു സ്പൂണാണ്, അപ്പോൾ ശരിക്കും കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായാണ് കേട്ടോ. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത്. പിന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരുതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ കുരുവൊക്കെ കളഞ്ഞ് വരുന്ന പുളിയാണ്, നല്ല പുളിയാണ് കേട്ടോ. ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ അത്. ഞാൻ പുളിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കലുണ്ടല്ലോ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഓരോ തന്നെയാണ് കേട്ടോ ഈ ഒരു പുളിൻ്റെ റൗണ്ടും. അങ്ങനെ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള കറിയല്ലേ വേണ്ടത് രസമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു രസം മാത്രമേ ഉള്ളൂവെങ്കിലും ചോറ് വയറ് നിറച്ച് കഴിക്കട്ടോ. പുളിയും എരിവും ഒക്കെ ഉണ്ടാവും. ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടോ. പിന്നെ ഞാൻ ആ ഒരു അടുപ്പത്ത് തന്നെയാണ് ഈ ഒരു കറിയും വെക്കുന്നത്. അപ്പോൾ കറിച്ചട്ടി ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കടന്നിട്ട് തിളച്ച് വേവട്ടെ. പിന്നെ നമ്മളൊന്ന് ഉപ്പേരിക്കൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് ഉണ്ടായിന് കേട്ടോ. ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങ് ഞാൻ കഴുകി ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിന്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ കിഴങ്ങ് കുഞ്ഞു കുഞ്ഞു കിഴങ്ങാണ് കേട്ടോ, അതുകൊണ്ട് ഒരു 6-7 കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. വലുതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ് ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി കിഴങ്ങുകൊണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിഴങ്ങ് നല്ലോണം വെന്ത് ഉടയും. അപ്പോൾ അത്ര വെന്ത് ഉടയേണ്ട നമുക്ക്, അപ്പോൾ കുറച്ച് വെള്ളം മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുക. ഒരു വിസിൽ മതി. 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിഴങ്ങ് നല്ലോണം വെന്ത് കുഴഞ്ഞു പോവും. എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ നമ്മൾ രസം എന്തേക്കണമെന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ രസമൊക്കെ നല്ലോണം തിളച്ച് തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വയ്ക്കണത് കിടന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കുരുമുളകൊക്കെ ചേർത്തതല്ലേ, കുരുമുളകൊന്നും നല്ലോണം പൊടിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ കടന്നിട്ട് വേവുമ്പോൾ ആ കുരുമുളകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ലോണം നമ്മളെ കറിയിൽ കറിക്ക് വേണം. അപ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നല്ലോണം തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. സിമ്പിളല്ല ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ട്, ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി എരിവൊക്കെ പാകമാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ രസമൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കൂലേ.
ഞാൻ ഉണ്ടാക്കുന്ന രീതി ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. എന്നോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട് തക്കാളി രസത്തിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ രസമൊക്കെ വെന്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ നമ്മളെ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങും കുക്കറിലിട്ട് കൊടുത്തീനല്ലോ നമ്മൾ. അപ്പോൾ അതും ഒരു വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തീനി. അപ്പോൾ അതിൻ്റെ പ്രഷറും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് അവിടെ അടുപ്പത്തൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ കേട്ടോ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിനും, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതൊക്കെ തൊലി കളഞ്ഞാണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിനും. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിഴങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഗ്യാസ് പ്രോബ്ലം എല്ലാ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനാണ് കേട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും ചേർത്തൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലക്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു സ്പൂണ് പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ഉപ്പ് ഇതിലുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കിഴങ്ങ് ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ഇത്ര വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് പിന്നെ ഉടയാതെ ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒക്കെ ഉടഞ്ഞു പോവും. ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉടയാതെ കിട്ടണ്ടേ. അപ്പോൾ ഇതും ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഇനി നമ്മളെ രസം ഒന്ന് കടുക് വറുത്തെടുക്കണം കേട്ടോ. രസം ഞാനിതാ വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ട് കടുക് വറുത്താണ്ട് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മീനൊന്നുമില്ല കേട്ടോ. ഇന്ന് ചിക്കനോ മീനോ ബീഫോ ഒന്നുമില്ല. ഈ രസവും കിഴങ്ങ് കറിയും പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ മുതിര ഉപ്പേരി ഉണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ ഒന്ന് ചോറിനുള്ള കൂട്ടാൻ. ചില ദിവസം അങ്ങനെയാണ് മീൻകാരൻ നമ്മളെ പറ്റിക്കും. അപ്പോൾ എന്തായാലും മീനില്ലെങ്കിലും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് അവിടെ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് ഒരു പാത്രത്തേക്ക്. ഇനി നമ്മളെ രസം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രസം കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കുറേ കറി വറന്നാണ്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ. പ്രത്യേകിച്ച് പുളികളുള്ള കറി കേട്ടോ. എനിക്ക് കറിയിൽ പുളിയും എരിവും ഒക്കെ വേണം. പുളിയില്ലാത്ത കറി എനിക്ക് വലിയ ഇഷ്ടമല്ല. രസമൊക്കെ ഞാൻ അത്യാവശ്യം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങുപ്പേരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വടുകപ്പുളി അച്ചാറുണ്ടല്ലോ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മുതിര ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾ വല്ലാതെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അന്നത്തെ ഫുഡ്. അപ്പോൾ എന്നും ഇപ്പോൾ നമുക്ക് ഇറച്ചി മീനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇറച്ചി മീനും ഇല്ലെങ്കിലും ഒരു മുട്ടയെങ്കിലും ഉണ്ടാവലുണ്ട് കേട്ടോ. ഒന്നും ഇപ്പോൾ മുട്ടയില്ല. എന്നാലും നമുക്ക് നല്ല വയറ് നിറച്ച് ചോറ് കഴിക്കാനുള്ള കറിയും ഉപ്പേരിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ എന്നും ഉച്ച കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴ ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞാൽ നല്ല കാറ്റും മഴയാണ് കേട്ടോ നമ്മളവിടേക്ക്. അപ്പോൾ ഇന്നലത്തെ കാറ്റും മഴയിൽ നമ്മളെ ഷീറ്റുമൊക്കെ വെള്ളം നല്ലോണം വീണിട്ട് ഞാൻ അവിടെ ഇല്ലേനി. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കും. വെള്ളം അങ്ങനെ നിറഞ്ഞ് നിൽക്കണ കാണുമ്പോൾ കമ്പെടുത്ത് കുത്തി വെള്ളം കളയലുണ്ട്. അപ്പോൾ അത് പൊട്ടി വീണിട്ടോ, വെള്ളം താങ്ങാൻ കഴിയാതെ ആകെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഷീറ്റ് അവിടെ കെട്ടൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളാകെ അവതാളത്തിലാവും. നമുക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ സ്വീകരിക്കാനൊക്കെ പേടിയാവും കേട്ടോ. നല്ലൊരു ഷീറ്റ് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ കഴിയാനറിയില്ല. അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ നമുക്ക് നല്ല ഷീറ്റൊക്കെ കെട്ടി ഉഷാറാക്കണം. മഴക്കാലല്ലേ, മഴയൊക്കെ പെയ്തോട്ടെ. മഴ പെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും ഇങ്ങനെ ആവുമ്പോൾ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിനൊരു പരിഹാരം കാണാം. ഇപ്പോഴത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.